രാത്രി പകുത്തതിൻ്റെ ആദ്യഭാഗം, മാത്ര പകുത്തതിൻ്റെ ആദ്യഭാഗം, മുറ പോലെ ചേരുന്ന പേരുള്ള ദേവൻ്റെ യാത്രയുടെ കഥയുള്ള കാവ്യമേത്? രാത്രി പകുത്തതിൻ്റെ ആദ്യഭാഗം, മാത്ര പകുത്തതിൻ്റെ ആദ്യഭാഗം, മുറ പോലെ ചേരുന്ന പേരുള്ള ദേവൻ്റെ യാത്രയുടെ കഥയുള്ള കാവ്യമേത്? ഏതാണ്? രാമായണം. വൃത്തിക്കെന്നും ഞാൻ വേണം, ശുദ്ധിക്കെന്നും ഞാൻ വേണം, നിങ്ങൾക്കായിട്ടലിഞ്ഞു തീരും എന്നെ നിങ്ങൾക്കറിയാമോ? വൃത്തിക്കെന്നും ഞാൻ വേണം, ശുദ്ധിക്കെന്നും ഞാൻ വേണം, നിങ്ങൾക്കായിട്ടലിഞ്ഞു തീരും എന്നെ നിങ്ങൾക്കറിയാമോ? അറിയാം അല്ലേ? സോപ്പ്. സൂചിക്ക് കുത്തും ഞാൻ, കീറി മുറിക്കും ഞാൻ, എന്നെ ആരും എതിർക്കില്ല, എന്നോടിഷ്ടം കൂടുന്നു. സൂചിക്ക് കുത്തും ഞാൻ, കീറി മുറിക്കും ഞാൻ, എന്നെ ആരും എതിർക്കില്ല, എന്നോടിഷ്ടം കൂടുന്നു. ആരാണ് ഞാൻ? ഡോക്ടറാണ്. അതുകൊണ്ടാണ് സൂചിക്ക് കുത്തുകയും കീറി മുറിക്കുകയൊക്കെ ചെയ്തിട്ടും നമ്മൾ എതിർക്കാതിരിക്കുന്നത്. നമ്മുടെ രോഗം ശമിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഡോക്ടർ. ഞാനൊരു പാവം ചെറുവട്ടം, താനേ നിന്നാൽ വില കെട്ടോൻ, തക്കം നോക്കി കൂടെ ചേർന്നാൽ 10 ഇരട്ടി ഗുണം കിട്ടും. ഞാനൊരു പാവം ചെറുവട്ടം, താനേ നിന്നാൽ വില കെട്ടോൻ, തക്കം നോക്കി കൂടെ ചേർന്നാൽ 10 ഇരട്ടി ഗുണം കിട്ടും. ആരാണ് ഞാൻ? പൂജ്യം. താനേ നിന്നാൽ വിലയില്ലാത്ത പൂജ്യം. ഏതെങ്കിലും സംഖ്യയോട് ചേരുമ്പോൾ 10 ഇരട്ടി വീതം അതിൻ്റെ ഗുണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ക്ഷേമമോടെന്നെ ക്ഷണിക്കുമാരും സദ്യ കേമമാക്കാൻ എൻ്റെ കൂട്ടുവേണം. തൂശനിലയിലേക്കാനയിച്ചാൽ ആരും ആദ്യമായി എന്നെ വലിച്ചെറിയും. ക്ഷേമമോടെന്നെ ക്ഷണിക്കുമാരും സദ്യ കേമമാക്കാൻ എൻ്റെ കൂട്ടുവേണം. തൂശനിലയിലേക്കാനയിച്ചാൽ ആരും ആദ്യമായി എന്നെ വലിച്ചെറിയും. അങ്ങനെ വലിച്ചെറിയപ്പെടുന്ന ഞാൻ ആരാണ്? കറിവേപ്പില. അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത് അവനെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു. അപ്പോൾ ഉത്തരം കറിവേപ്പില.